Hi friends, this is Anup Jos. Welcome to another video. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്സ്റ്റോക്സ് പ്രോ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള അതിലെങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അപ്സ്റ്റോക്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അതിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ്. നമുക്കിവിടെ കാണുന്നത് ഇൻഡെക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ ഇൻഡെക്സ് സെൻസസ് നിഫ്റ്റിയിലെ കാണാം. ഇവിടെ നമുക്ക് സെൻസസ് നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ അവിടെ തന്നെ ഒരു ചാർട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കിവിടെ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇവിടെ ഇതാണ് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വാച്ച് ലിസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് റീനെയിം ചെയ്യാനും എഡിറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നീട് നമുക്ക് കാണുന്നത് വാച്ച് ലിസ്റ്റോട് ഒരു സ്റ്റോക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓൾറെഡി നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ വെബിൽ നമ്മളിത് ഒരു റിവ്യൂ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം നമ്മൾ മേജർ അപ്ഡേഷനിലോട്ട് വരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. അപ്പോൾ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉദാഹരണത്തിലൂടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടാറ്റ മോട്ടോഴ്സ് NSE equity കിട്ടുന്നതാണ്. അത് നമുക്കിവിടെ ക്യാഷ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണെങ്കിൽ ഓപ്ഷൻ എല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം ഓപ്ഷൻ്റെ അത് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ ടൈപ്പ് ഓൾ, അതേപോലെ തന്നെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്നിങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ബേസ് നമുക്ക് കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഡെക്സ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ക്യാഷ് സെഗ്മെൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് സെഗ്മെൻറ്റിൽ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അത് സ്റ്റോക്ക് ആഡായതിനു ശേഷം പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോക്കിൻ്റെ ഇത് മൂവ് ചെയ്യാനും പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൽ അവൈലബിൾ ആയതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ഉണ്ട്. അതായത് പെർസെൻറ്റേജ് വൈസ് ആൽഫബറ്റിക്കൽ അല്ലെങ്കിൽ പ്രൈസ് ഹൈ ടു ലോ ടു ഹൈ എന്നുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ മേജറായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ ബൈ ഓർഡർ സെൽ ഓർഡർ ചെയ്യാനുള്ള 2 ബട്ടൺ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബൈ ക്ലിക്ക് നോക്കാം. ഇവിടെ ബൈ ഓർഡർ വന്നിരിക്കുന്നു. ബൈയോട്ട് വന്നു കഴിഞ്ഞാൽ ബൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബൈ അവിടെ ക്ലിക്ക് ചെയ്ത് ക്വാണ്ടിറ്റി ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പുള്ള വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. വീണ്ടും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ കോംപ്ലക്സിറ്റി ഏതാണ് സെലക്ട് ചെയ്യുക, മാർക്കറ്റ് ടൈപ്പ്, സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ട്രെയിലിംഗ് ടിക്സ് റെഗുലർ ആണോ ട്രെയിലിംഗ് ആണോ. റെഗുലർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഉണ്ടാവത്തില്ല. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ചെയ്യണമെങ്കിൽ ട്രെയിലിംഗ് കൊടുത്തിട്ട് വാല്യൂ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ റിവ്യൂ ബൈ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ റിലയൻസിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വ്യൂ ചാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കഴിഞ്ഞാൽ റിലയൻസിൻ്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മേജറായിട്ടുള്ളത്. അതേപോലെ തന്നെ വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ 3 ഡോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ഫ്രം വാച്ച് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്കിവിടെ കാണാവുന്നതാണ് ചാർട്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ മൈ അക്കൗണ്ട് കാര്യങ്ങൾ, ലോഗൗട്ട് എന്നീ ഓപ്ഷൻസാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് പറയാനുള്ളത് നമുക്ക് താഴെ കാണുന്ന ഈ ഒരു ബാറാണ്. അതായത് താഴെ നമുക്കിവിടെ എക്സ്പാൻഡ് ബുക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ ഹിസ്റ്ററി, നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡർ ഹിസ്റ്ററി, അത് ഓപ്പൺ ക്ലോസ് എല്ലാം നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പൊസിഷനിൽ ഏതൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് ഹോൾഡിങ്സ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൽ ഷെയർസ്, അതേപോലെ തന്നെ ബൈ മോർ, ഇൻസ്ട്രുമെൻറ്റ് ഇൻഫോ, ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ സ്റ്റോക്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ഡേ റിട്ടേൺ, ഓവറോൾ റിട്ടേൺ, പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റഡ് വാല്യൂ, കറണ്ട് വാല്യൂ, ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെക്ക് ബോക്സ് കാണാം. അതായത് നിങ്ങളുടെ പൊസിഷൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് കഴിഞ്ഞാൽ എല്ലാ ഓർഡറും സെലക്ട് ആവുകയും അപ്പം ഇവിടെ ഒരു സ്ക്വയർ ഓഫ് എന്ന ഒരു ബട്ടൺ വരികയും ചെയ്യും. അങ്ങനെ സ്ക്വയർ ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പൊസിഷനും, അതായത് ഒന്നിലധികം പൊസിഷൻ നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് പഴയ വേർഷനിലുണ്ട്, പലർക്കും അത് അറിയത്തില്ല. അപ്പം പുതിയ വേർഷനിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് വരികയും ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ആണെന്നില്ല, അത് മാർക്കറ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് അത് സ്ക്വയർ ഓഫ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ അത് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന മേജർ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് സ്ക്രിപ്റ്റ് ഡീറ്റെയിൽസ്. അതായത് ഒരു ഉദാഹരണത്തിന് നമുക്ക് SBI കാർഡ് എടുക്കാം. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ഇൻഫോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വരുന്നതാണ്. നമുക്കിവിടെ കാണാം. അതായത് മാർക്കറ്റ് സ്റ്റാറ്റസ്, അതായത് ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ്, അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട്, വോളിയം, അതേപോലെ തന്നെ ടുഡേയ്സ് ലോ ഹൈ, അങ്ങനെ മാർക്കറ്റ് ഡെപ്ത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്.
അപ്പം ഇതൊന്നും കൂടാതെ അഡീഷണലായിട്ട് ഓവർവ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ സൈഡിലൊരു സൈഡിലൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം, ഓർഡേഴ്സ് എന്ന്. അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഓർഡറും ക്ലോസ് ഓർഡറും ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റിലാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിലവിലെ റിട്ടേൺ, എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ പൊസിഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് പുതിയൊരു പൊസിഷനിൽ നമ്മൾ കൂടുതൽ എത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം, നിലവിലുള്ളതിനെ നമുക്ക് അത് ആ ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഏത് വിലയിലാണ് ആവറേജ് പ്രൈസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് പുതിയ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഓപ്ഷന് പണ്ടുള്ള പഴയ വേർഷൻ്റെ അത് ഉണ്ടായിരുന്നില്ല, അപ്പം ഇതുവരെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ചാർട്ട് വലുതാക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് താഴെ മിനിമൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഫുൾ സ്ക്രീൻ കാണാൻ, അതായത് കൂടുതൽ ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഫുൾ സ്ക്രീനിൽ കാണാം, വീണ്ടും അത് മിനിമൈസ് ചെയ്യാം. രണ്ടാമതായിട്ട് പറയേണ്ടത്, അതായത് ഇവിടെ നമുക്ക് ടോഗിൾ വ്യൂ എന്നൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ കാണാം ടോഗിൾ വ്യൂ എന്നുള്ള ഒരു രണ്ടാമത്തെ ഒരു ബട്ടൺ. ഓക്കെ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പ്രൈസ് ആണ്, ഷോ പ്രൈസ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് നിലവിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസും അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഇൻ റുപ്പീസിലും അതുപോലെ തന്നെ പെർസെൻറ്റേജിലുമാണ് ഇവിടെ കാണുന്നത്, നമുക്കിവിടെ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടോഗിൾ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് ഷോ വോളിയം എന്നതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഇപ്പോൾ കാണുന്നത് വോളിയമാണ്. അതായത് ഓരോ സ്റ്റോക്കിലും നിലവിലുള്ള വോളിയമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വോളിയം ബേസിൽ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. വോളിയത്തിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രൈസ് അവിടെ ഇല്ല, നമുക്കിവിടെ വോളിയം ഹൈ ലോ അതുപോലെ തന്നെ ആൽഫബറ്റിക് എന്നുള്ള ഓർഡറിൽ നമുക്ക് ഇതിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഇതൊരു നമുക്ക് ഈ വോളിയം ബേസിൽ നമുക്ക് ട്രേഡ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്കിത് ഉപകാരമായി വരും. ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയുന്നത് വ്യൂ റീസെൻറ്റ് പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നുള്ളതാണ്. നമുക്ക് ഫണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെ നമുക്ക് ഈ ഫണ്ട്സിൽ അവൈലബിൾ ആയിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അവൈലബിൾ ഫണ്ടും അതേപോലെ തന്നെ യൂസ്ഡ് ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തും വിഡ്രോ ചെയ്തതിൻ്റെയും ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അതേപോലെ തന്നെ വിഡ്രോൾ ട്രാൻസാക്ഷൻ ലാസ്റ്റ് റീസെൻറ്റ് ആയിട്ടുള്ള 10 ട്രാൻസാക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു വിഡ്രോ ചെയ്തു എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമുക്കത് റെഫർ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു പുതിയ അപ്ഡേഷനാണ്. അടുത്ത നാലാമതായിട്ട് പറയുന്നത്, മുമ്പ് നമുക്കിവിടെ നിഫ്റ്റി സെൻസെക്സ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻഡെക്സ്, അതായത് സെക്ടറൽ ഇൻഡെക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് നിഫ്റ്റി അങ്ങനെയുള്ള ഇൻഡെക്സുകൾ നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ, നമുക്കൊരു ഫേവറേറ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ. അപ്പം ഒരു പുതിയ അപ്ഡേഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റിലയൻസ് എന്ന കമ്പനി ഞാനിവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിൻ ടു ടിക്കർ എന്ന ഓപ്ഷനിൽ ലെഫ്റ്റോ റൈറ്റോ, അതായത് ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പിൻ ടു ടിക്കർ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിലയൻസ് എന്ന ഒരു സ്റ്റോക്ക് ഇവിടെ വന്നിരിക്കും. അതായത് നമ്മൾ മറ്റ് ഏത് ചാർട്ട് എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് റിലയൻസിൻ്റെ പ്രൈസ് നമുക്ക് എപ്പോഴും നമ്മുടെ അതായത് വാച്ച് ലിസ്റ്റ് ഹെഡർ എന്നാണ് പറയുന്നത്, വാച്ച് ലിസ്റ്റ് ഹെഡറിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ നാലാമത്തെ പോയിന്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞെല്ലാം വളരെ ഒന്നും അത്ര മൈനറായിട്ടുള്ള കാര്യങ്ങളല്ല, എന്നാലും ഇനി മുമ്പോട്ടുള്ള പോയിന്റ്സുകൾ, ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, അതായത് അഞ്ചാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ കാണാം ബൈ ഓർഡറിൽ നമുക്കിവിടെ ബ്രാക്കറ്റ് ഓർഡർ, അതായത് അപ്സ്റ്റോക്സിൽ ബ്രാക്കറ്റ് ഓർഡർ എന്നറിയപ്പെടുന്നത് OCO ആണ്, അതായത് 1 ക്യാൻസൽ. അത് നമുക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. നമുക്കറിയാം ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് 3 ഓർഡറുകളുടെ കമ്പൈൻഡ് ഓർഡറാണ് ഈ OCO എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ഒരു പ്രൈസ്, അതേപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ 3 ലെഗാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 ലെഗുകൾ, 3 സെപ്പറേറ്റ് ഓർഡറുകൾ. അപ്പോൾ ഇതൊരു തവണ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്കിത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ 3 ഓർഡറും 3ആയിട്ടായിരിക്കും നമ്മുടെ ഓർഡർ ഹിസ്റ്ററിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും, അതായത് നമ്മളിപ്പോൾ ഒരു OCO ഓർഡർ തന്നെ നമ്മളൊരു 5 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഓർഡർ ലിസ്റ്റിൽ 15ഓളം ഓർഡറുകളുണ്ടാവും. അപ്പോൾ ഈ ഓർഡറിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഓർഡർ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഇപ്പം അപ്സ്റ്റോക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം OCO ഓർഡർ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് അതൊരു സിംഗിൾ ലെഗായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും ഓർഡർ. ഇപ്പം ഞാനിപ്പോൾ മാർക്കറ്റ് ടൈമിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, അത് മാത്രമല്ല ഈ കോവിഡ് പ്രമാണിച്ച് ഇപ്പം ഹൈ വോൾട്ടാലിറ്റിയിൽ OCO പോലുള്ള ബ്രാക്കറ്റ് ഓർഡറുകളെല്ലാം ഇപ്പം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിലവിലത് കാണിച്ചു തരാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ട്രിഗർ ഇവിടെ ഓർഡറിൽ നമുക്ക്
ട്രിഗർ പ്രൈസിൻ്റെ ഒരു ഓർഡർ, അതുപോലെ തന്നെ സെല്ല് ചെയ്യാനുള്ള ഓർഡർ, നമ്മുടെ ടാർഗറ്റ്, ഇങ്ങനെയുള്ളത് സെപ്പറേറ്റ് ഓർഡറായിട്ട് ഉണ്ടാവും. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു ഒറ്റ ഓർഡറായിട്ട് ഇവിടെ അവൈലബിൾ ആകുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു കമ്പൈൻഡ് ആയിട്ട് ഓർഡർ നമുക്ക് വളരെ ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല വാച്ച് ലിസ്റ്റിൽ അധികം വാച്ച് ലിസ്റ്റിലല്ല, ഓർഡർ ഹിസ്റ്ററിയിൽ അധികം ഈ ഒരു ഓർഡേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഈസിയാണ് കാര്യങ്ങൾ. അടുത്തൊരു മേജർ അപ്ഡേഷൻ എന്ന് പറയുന്നത് ചാർട്ടിലാണ്. അതായത് നമുക്കറിയാം ചാർട്ടിൽ ഇതിപ്പോൾ ഈ കാണുന്ന ചാർട്ടാണ്, ചാർട്ട് IQ എന്ന ചാർട്ടാണ് നമുക്ക് അപ്സ്റ്റോക്സ് ഇതുവരെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചാർട്ടിനെ കുറിച്ച് പലർക്കും കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം ചാർട്ടൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഈ ചാർട്ടിൽ കുറേ ലാഗിങ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ആക്ച്വൽ പ്രൈസിൽ നിന്നും ഒരു ചെറിയ രീതിയിലുള്ള ഡിലേ സംഭവിക്കാറുണ്ട് പ്രൈസ് മൂവ്മെൻറ്റിൽ. അതായത് ആക്ച്വൽ പ്രൈസിൽ നിന്നും അല്പം ഡിലേ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച ഒരു ഇഷ്യൂ അല്ല, പക്ഷേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമുക്കിവിടെ കാണാം അവസാനത്തെ ഒരു ഓപ്ഷൻ സ്വിച്ച് ടു ട്രേഡിംഗ് വ്യൂ എന്നത്. അതായത് tradingview.comൻ്റെ ചാർട്ടാണ് ഇപ്പോൾ അപ്സ്റ്റോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പഴയ അതായത് ചാർട്ട് IQവിൽ കംഫർട്ടബിൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ചാർട്ട് എന്നല്ല, രണ്ട് ചാർട്ടുകൾ നിങ്ങൾക്ക് കൂടെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ചാർട്ട് IQവിൽ നിങ്ങൾക്ക് കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ചാർട്ടാണ്. എന്നാൽ tradingview.comൽ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിപ്പം വേറൊരു സൈറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കിത് അവൈലബിൾ ആണ്. ഇവിടെ നമുക്കറിയാം ഈ ചാർട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ചാർട്ടാണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വളരെയധികം ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഈ കാണാൻ സൈഡിൽ ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് സ്റ്റഡീസിൽ ഉപയോഗിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചാർട്ടിന് ട്രെൻഡ് ലൈന്, സപ്പോർട്ട്, റെസിസ്റ്റൻ്റ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് ഇവിടെ ഒരുപാട് ചാർട്ട് IQവിനേക്കാൾ അപേക്ഷിച്ച് വളരെയധികം ഡീറ്റെയിൽസ് ഇവിടെ ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഈ ചാർട്ടിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഈ ചാർട്ടിൽ നമുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ അനലൈസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എടുക്കാനുള്ള ബട്ടൺ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫുൾ സ്ക്രീൻ കാണാം. മറ്റൊന്ന് ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്നുള്ള ഓപ്ഷൻ, ഇത് രണ്ട് ചാർട്ടിലും അവൈലബിൾ ആണ്. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഒരു സെപ്പറേറ്റ് വിൻഡോയിൽ ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ടെക്നിക്കൽ അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ വീണ്ടും നമുക്കത് ഇച്ചിരി അല്പം കൂടെ വലുപ്പത്തിലാക്കണമെങ്കിൽ ഫുൾ സ്ക്രീൻ മോഡുണ്ട്. അതായത് എല്ലാ നമ്മുടെ മെനു ബാർ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ചാർട്ട് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അതൊരു എസ്കേപ്പ് ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ അത് നോർമലായിട്ട് വരും. അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലോട്ട് വരാം. അപ്പം ഇതാണ് എടുത്തു പറയേണ്ട ഒരു മേജർ ഒരു അപ്ഡേഷനാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ചാർട്ട്. അതായത് രണ്ട് ടൈപ്പ് ചാർട്ട് നമുക്ക് ഒരേ ആപ്ലിക്കേഷൻ ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ചെയിനാണ്. ഓക്കെ, നമുക്ക് മുമ്പറിയാം നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ നമുക്കിവിടെ ആഡ് ചെയ്യണമെങ്കിൽ പണ്ടൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓക്കെ നമുക്കിവിടെ ഓപ്ഷനിൽ പോയി ഓപ്ഷൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ് വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യണം. അപ്പം ഇത് കൂടാതെ ഇപ്പം നമുക്കിവിടെ പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ സ്റ്റോക്കിൽ തന്നെ നമുക്കിവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ചെയിൻ എന്നൊരു ബട്ടൺ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആവും. അപ്പം മുമ്പുള്ള ഓപ്ഷൻ ചെയിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ ചെയിനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് നമുക്കിവിടെ നടുക്ക് സ്പോട്ട് പ്രൈസും അതേപോലെ തന്നെ ഈ ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി എല്ലാം വേറെ വേറെ കളറുകളിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല സ്പോട്ട് പ്രൈസ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ചേഞ്ച്, വോളിയം, ബിഡ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ആസ്ക് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, അതായത് ബൈയും സെല്ലിങ് ചെയ്യാനുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആൻഡ് ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് കാൾ ഓപ്ഷൻസ് ആണ്, ഇത് പുട്ട് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാൾ ഓപ്ഷൻസും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻസും. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊരു ബാർ ചാർട്ട് കാണുന്നതാണ്. അതായത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബിൽഡപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ് കാര്യങ്ങളല്ല. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റിലെ പ്രീവിയസ് ഡേയ്സും ഇന്നത്തെയുമാണ്. അതായത് ഡാർക്ക് ഗ്രീനിൽ കാണുന്നത് ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റും യെസ്റ്റർഡേയിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ആ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിൽ നിങ്ങൾക്ക് കാണുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെജൻഡെല്ലാം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ഒരു ബൈയും സെൽ എടുക്കണമെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് നമുക്ക് ബൈ സെൽ നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബൈ സെല്ല് ഇനി ഈ ഒരു ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിൻ്റെ അതായത് ഈ ഇൻഡിവിജ്വൽ ഒരു പുട്ട് ഓപ്ഷൻ്റെ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ അവിടെ അത് ചാർട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോക്കിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഇൻഫോ എടുത്ത പോലെ തന്നെ ഇവിടെ അതിൻ്റെ കാര്യങ്ങളും ഓർഡേഴ്സും പോർട്ട്ഫോളിയോ നമ്മൾ ഹോൾഡിങ്സ് പൊസിഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം അതേപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ എക്സ്പയറി ഡേറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ഇനി മറ്റേതെങ്കിലും സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്യാം. വാച്ച് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇതിലേക്കാണ് ഓപ്ഷൻ ചെയിനിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ പറയാം. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ചാർട്ട് അപ്ഡേഷനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതിനേക്കാളും ഉപരി ഈ ഒരു ഓപ്ഷൻ ചെയിനിൽ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേഷനേക്കാളും ഓപ്ഷൻ ചെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ളൊരു മേജർ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ബ്രോക്കറും പ്രൊവൈഡ് ചെയ്യാത്തൊരു ഫെസിലിറ്റിയാണ്, അതായത് സ്ട്രാറ്റജി മോഡ് എന്ന് പറയുന്നൊരു മോഡ്. നമുക്കതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം 1600 സ്ട്രൈക്ക് പ്രൈസുള്ള ഒരു ഓർഡർ ഞാനിവിടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അതേപോലെ തന്നെ സെയിം സ്ട്രൈക്ക് പ്രൈസുള്ള ഒരു കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ പ്രൈസ്, ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിപ്പം നമുക്കറിയാം, ഇപ്പം ഈ ഓപ്ഷൻ ചെയിൻ്റെ അകത്ത് കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ അയൺ കോണ്ടോർ സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓർഡർ ഒരേ സമയം പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണഗതിയിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് അതിനുശേഷം അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് പോലെയല്ല ഓപ്ഷൻ്റെ അകത്ത് പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓർഡർ ഇവിടെ ബൈ എടുത്ത് വീണ്ടും ആ ബൈ എടുക്കുമ്പോൾ ഇവിടെയുള്ള പ്രീമിയം പ്രൈസ് 40 ആണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഒരു ബൈ എടുക്കാൻ വരുമ്പോഴത്തേനും 40 എന്നുള്ളത് ചിലപ്പം 60 ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ 50 ആയിട്ടുണ്ടാവും. അപ്പം വളരെ പെട്ടെന്ന് ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കിപ്പം സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരേ സമയം 2 ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇനിയിപ്പം അയൺ കോണ്ടോർ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരേ സമയം 4 അപ്പർ സൈഡിലും ലോവർ സൈഡിലും നമുക്ക് ഈ 2 ബൈയും സെല്ലും വീതം 4 ഓർഡറുകളിൽ ഒരേ സമയം പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിവിടെ കാണാം, നമുക്ക് ഒരേ സമയം 4 ഓർഡറാണ് ഇതിൻ്റെ മാക്സിമം കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ ആഡ് 2 more ഓർഡേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡറുകളെല്ലാം 2 ഓർഡർ അല്ലെങ്കിൽ 4 ഓർഡർ എത്ര ഓർഡറാണ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത്, ആ ഓർഡറുടെ ആഡ് ചെയ്തുകൊണ്ട് റിവ്യൂ ചെയ്തുകൊണ്ട് ഒരേ സമയം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് വളരെ വലിയൊരു, നിലവിൽ ഒരു ബ്രോക്കറും പ്രൊവൈഡ് ചെയ്യാത്തൊരു ഫെസിലിറ്റിയാണിത്. അപ്പം ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ഒരു മേക്ക് ഓവറിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്ന പുതിയ ചാർട്ട് ആഡ് ചെയ്തതും, അതേപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേഷനും, കൂടാതെ ഈ ഒരു സ്ട്രാറ്റജി മോഡ് ആഡ് ചെയ്തിരിക്കുന്നതുമാണ്. അപ്സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതുവരെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ പുതിയ അപ്ഡേഷനും ഞാൻ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അറിവിലുള്ള എല്ലാ അപ്ഡേഷനും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് മേജർ അപ്ഡേഷൻ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പം വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.